ഇരുന്നപ്പോ ഒന്ന് ലീവ് എടുത്തേ ഉള്ളൂ. കോഫി ഷോപ്പ് ഉണ്ട്. ഓക്കേടാ, ബൈ, ടേക്ക് കെയർ. നിനക്കറിയില്ലേ ജൂലി, എന്റെ ക്ലാസ്മേറ്റ്? അവളാ വിളിച്ചത്. അവള് സ്റ്റേറ്റ്സിലാ. അടുത്ത ദിവസം കോഫി ഷോപ്പ് കാണാൻ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ആഹാ, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓഹോ സാറാ, ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ. ഈ ഫിറ്റ്നസ് ടിപ്സ് ഒക്കെ എനിക്ക് നാളെ ജിമ്മിൽ പറഞ്ഞു കൊടുക്കാനുള്ളതാ. എപ്പോഴും എങ്ങനെയാ കിച്ചണിൽ എന്തെങ്കിലും കാര്യമുള്ള ദിവസം ഇങ്ങനെ ബുക്ക് വായിച്ചു വന്നിരിക്കും. ഇന്ന് എല്ലാരും ഒരുമിച്ചാ ലഞ്ച് എന്നുള്ള കാര്യം നീ മറന്നോ? ഓ സാറാ, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദേ, ഒരു പരിധി വരെയുള്ള മടിയൊക്കെ ഓക്കെ. ഇതെന്തൊരു മടിയാത്. നിനക്ക് കുക്കിംഗ് അറിഞ്ഞുണ്ടെങ്കിൽ എന്നെ കിച്ചണിൽ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാലോ അല്ലേ? അയ്യടാ, നീ എന്താ വിചാരിച്ച എനിക്ക് കുക്കിംഗ് അറിയില്ലെന്നോ? എന്റെ അറിവ് നീ ഇതുവരെ ഒരു സാധനം ഇവിടെ കുക്ക് ചെയ്തിട്ടില്ല. ആഹാ, 2 ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങൾ എല്ലാരും കഴിച്ചല്ലോ. അത് ആരുണ്ടാക്കിയതാ? അതിന്റെ വിശേഷം പിറ്റേന്ന് എല്ലാവരും അറിഞ്ഞതാണല്ലോ. എടി, കുട്ടികൾ ഉണ്ടാക്കുന്ന നൂഡിൽസിന്റെ കാര്യം പറയാൻ നിനക്ക് നാണമുണ്ടോ? അല്ലേലും ഇങ്ങനെയാ. അന്നാള് കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം 2 ദിവസം മുമ്പ് പപ്പടം കച്ച കഥ പറഞ്ഞ എസ്കേപ്പ് ആയ ആളാണ്. അല്ല, അറിയാമെങ്കിൽ ചോദിക്കുക, നിനക്ക് കുക്കിംഗ് അറിയോ? സീ സാറാ, നീ ഷെഫ്സിനെ കണ്ടിട്ടില്ലേ? അവർ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ല. 24/7 കിച്ചണിലും എക്സ്പെരിമെന്റ് ചെയ്തോണ്ടും തിന്നോണ്ടും ഒക്കെ ഇരിക്കും. അതിന് റിസൾട്ട് എന്താ? തടിച്ച് വീർത്ത്. നീ കണ്ടിട്ടില്ലേ? അതാണ് എനിക്ക് കുക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഓ, പിന്നെ ഞാൻ എക്സ്പേർട്ട് മീൻകറിയുടെ കാര്യത്തിലാ. മീൻകറിയോ? നീ എന്റെ കൈ കൊണ്ട് മീൻകറി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. അതാണ്. അപ്പൊ മോള് ചെല്ല് കിച്ചണിലേക്ക്. വലുതുണ്ടാക്കാൻ നോക്കൂ, ഉച്ചയ്ക്ക് അവരൊക്കെ വരത്തില്ലേ? അയ്യടാ, ഇന്ന് ഫുഡ് നിന്റെ കൈ ഉണ്ടായിരിക്കും. നിനക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയാലോ. മോള് വന്നേ 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 വന്നേ. ഫ്രിഡ്ജില് മീനുണ്ട്, നമുക്ക് മീൻകറി ഉണ്ടാക്കാം. എന്നിട്ട് എത്താവാൻ ഞാൻ കുറെ നമ്പർ അടിച്ചു. അവൾ ഫ്ലാറ്റ്. എന്ത് നമ്പറാ നീ അടിച്ചേ? ഒന്നുമില്ലടാ, ഒരു ചാരിറ്റി ഹോമിന്റെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ആണോ? എന്നാ ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, നീ എത്ര പെട്ടെന്ന് വരണമെന്നൊന്നുമില്ല. പോയ കാര്യമൊക്കെ സമയമെടുത്ത് ശരിയാക്കിയിട്ട് പതിയെ വന്നാ മതി. നേഹയ്ക്ക് ഇന്ന് കുറേ സ്നേഹം കൊടുക്കണം. പക്ഷെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാ. ശരി, ഓക്കെ, ബൈ. ടോണിക്കുട്ട, നിനക്കിന്ന് വിശ്രമമില്ല. നേഹ വരുന്നതിന് മുമ്പ് കുറച്ച് ഓവർ ടൈം. ഹായ്, ഗുഡ് മോർണിംഗ്. യാ മോനെ, എന്താ ഇവിടെ? ഞാൻ മിനിയല്ലേ? അതെ, മിനിയ. അല്ല, മിനിയല്ല. വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. തനിക്കെന്താ വേണ്ടേ? തന്നെ അവിടെ ഇരുന്ന് വെറുതെ ബോറടിച്ചപ്പോ തന്നെ വന്നൊന്ന് പരിചയപ്പെടാന്ന് കരുതി. ഹായ്, ഐ ആം ടോണി. എണീക്കടോ. എനിക്ക് തന്നെ പരിചയപ്പെടണ്ടെങ്കിലോ? രാവിലെ തന്നെ അറിയിക്കോളും ഓരോരുത്തന്മാര്. ഇഡിയറ്റ്സ്. ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം. കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഞാൻ മുൻ ജന്മത്തിൽ ചെയ്ത ഏതോ പാപത്തിന്റെ അനന്തരഫലമാണ് കുട്ടിയെന്ന്. ഊഹം തെറ്റിയില്ല. സമാധാനിക്ക് ടോണി, നീ ടെൻഷൻ ആവരുത്. നിനക്കതിന് കഴിയും. ഓക്കെ ഓക്കെ.